Now, I will call upon Mr. Abdul Majid P. to enlighten us with his wisdom. He is the Chairman, Member Development and State Treasurer IOA Kerala. He currently serves as the Regional Head Kerala at Delta Lens Private Limited in Nikon Eslo Luxottica, a position he has held for the past 12 years. He is a respected alumnus of Comtrust Eye Hospital, Calicut. Over to you, sir. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ? കഴിഞ്ഞു ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വിശപ്പിൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുത്താൽ നിങ്ങൾ ഉച്ചക്കത്തെ വിശപ്പ് മാത്രമേ മാറുള്ളൂ. പക്ഷേ ഈ ഇൻഫർമേഷൻ്റെ ഈ ക്ലാസ്സിൻ്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം തന്നാൽ അല്പം വിശപ്പ് സഹിച്ചാലും ജീവിതകാലം മൊത്തം വിശക്കാതിരിക്കാനുള്ള ഇതെന്ന് നമുക്ക് കിട്ടും. ബിക്കോസ് എല്ലാത്തിനുപരി നമ്മുടെ കരിയറാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ട് ബാക്കിയല്ലേ ഉള്ളൂ. ഫൈൻ. ആക്ച്വലി ഞാൻ ഇന്ന് എടുക്കാൻ വിചാരിച്ച സെഷൻ പ്രോഗ്രസീവ് ലെൻസിൻ്റെ ഫിറ്റിങ്ങും ഡിസ്പെൻസിങ്ങും ഒക്കെ ആയിരുന്നു. ഡോക്ടർ ശിശിർ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് എൻ്റെ CMAയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് ഇമ്പ്രസ്ഡ് ആയി. അപ്പോൾ ആ സെഷൻ തന്നെയാണ് എടുക്കാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൽ ചില ട്രബിൾ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പ് നിജിൻ സാർ എടുത്ത സെഷനിൽ ട്രബിൾ ഷൂട്ടിങ് അദ്ദേഹം പറഞ്ഞുപോയി. അപ്പോൾ വീണ്ടും സെയിം സെഷൻ തന്നെ ഞാൻ എടുക്കുമ്പോൾ കുറച്ചൊരു ഓവർലാപ്പിംഗ് വരും എന്നതുകൊണ്ട് ഇപ്പം ലൈവായിട്ട് ഞാൻ എൻ്റെ സെഷനൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. നമുക്കൊരു ആഫ്റ്റർ ഓൾ നമ്മൾ ഈ സെഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ടേക്ക് ഹോം ആയിട്ട് എന്തെങ്കിലും വേണം. അപ്പോഴാണല്ലോ ഈ പ്രോഗ്രാം ഒരു വാട്ട് യൂസ് ചെയ്യുക ഒരു യൂസ്ഫുൾ ആയെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലെറ്റ് us ഗോ ബാക്ക് ടു ബേസിക്സ്. ഞാൻ ലെൻസിൻ്റെ കുറച്ച് എൻഹാൻസ്മെൻറ്റ്സിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സ്പെക്ടക്കിൾ ലെൻസസിൻ്റെ മേ ബി മോസ്റ്റ് ഓഫ് യു വിൽ ബി വർക്കിംഗ് ഇൻ ഒപ്റ്റിക്കൽ ഷോറൂംസ്. സോ സ്പെക്ടക്കിൾ ലെൻസിൻ്റെ എൻഹാൻസ്മെൻറ്റ് സംതിങ് ലൈക്ക് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ്, ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്, ബ്ലൂ കട്ട് ലെൻസ്, ആൻറ്റി സ്റ്റാറ്റിക്, ഹൈഡ്രോഫോബിക്, ഫോട്ടോക്രോമിക്സ് ആൻഡ് പോളറൈസ്ഡ്. ദീസ് ആർ മൈ ഹെഡിങ്സ്. ആ ഹെഡിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ സെഷനാണ്. ഒരു ബേസിക് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സെഷനാണ്. അതിലൊരു സ്ലൈഡാണ്. കാരണം തൊട്ട് മുമ്പത്തെ സെഷനിൽ നിജിൻ സാറ് പറഞ്ഞു ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതിന് കൊടുത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആസ്പെരിക് ലെൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാനൊന്നും കൂടി റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു സ്പെരിക്കൽ ലെൻസിലുണ്ടാകുന്ന വിഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അത് സെയിം സംഗതി തന്നെ നിങ്ങൾ ആസ്പെരിക് ലെൻസാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ വിഷൻ നിങ്ങൾക്ക് കിട്ടും. ഓഫ് കോഴ്സ് നോട്ട് 100%. ബട്ട് ഇതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ അല്ലേ ഇത്. ഇവിടെ ഒരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ റോൾസിനെ കുറിച്ചിട്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ ഇതിലൊരു ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എയിം ആക്ച്വലി പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്താ, എനിക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള സൊല്യൂഷനായിട്ട് നമ്മൾ ചെയ്യുക റിഫ്രാക്ഷൻ ആയിരിക്കും. റിഫ്രാക്ഷൻ ചെയ്ത് ട്രൈ ഗ്ലാസ് ചെയ്യുമ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മളെ ട്രയൽ സെർച്ചിലുള്ള സകലമാന ലെൻസ് ഇട്ട് കൊടുത്തിട്ടായാലും വേണ്ടിയില്ല ആ പേഷ്യൻറ്റിനെ കൊണ്ട് അവസാനത്തെ വരി വായിപ്പിക്കും. ഇതാണല്ലോ. എന്നിട്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് 6-6 അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ കറക്ഷൻ എന്ന് പറയും. എന്നിട്ട് ആ പ്രിസ്ക്രിപ്ഷനും കൊണ്ട് ഈ പേഷ്യൻ്റ് എത്തുന്നത് ഒപ്റ്റീഷ്യൻ്റെ അടുത്തോട്ടാണ്. ഒപ്റ്റിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന സെയിൽസ്മാൻ്റെ അടുത്തേക്കാണ്. പ്രിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ സേ -2 സ്പെരിക്കൽ ഓർ -4 സ്പെരിക്കൽ മേ ബി വിത്ത് സിലിണ്ടർ ബോത്ത് ഐസ്. ഓക്കെ. എന്നിട്ട് ഈ സെയിൽസ്മാൻ്റെ അടുത്തെത്തുമ്പോൾ സെയിൽസ്മാൻ ഫ്രെയിം കൊടുത്തതിന് ശേഷം അവർക്ക് വേണ്ട ലെൻസിനെ കുറിച്ചിട്ട് സെയിൽസ്മാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് മേ ബി സ്പെരിക്കൽ ലെൻസ് ആവാം, ആസ്പെരിക് ആവാം, വിത്ത് കോട്ടിംഗ് ആവാം, വിത്തൗട്ട് കോട്ടിംഗ് ആവാം, മേ ബി അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസിനനുസരിച്ച് ചിലപ്പം ഫോട്ടോഗ്രാമിക്സ് കൊടുക്കാം, പോളറൈസ് കൊടുക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അദ്ദേഹം കൊടുക്കും. നിങ്ങളിതൊന്ന് മനസ്സിലാക്കേണ്ടത് ഒപ്റ്റോമെട്രിസ്റ്റ് ആ പേഷ്യൻറ്റിന് മാക്സിമം പോസിബിൾ കറക്ഷൻ കൊടുത്തപ്പോൾ ഒരു ഒപ്റ്റീഷ്യൻ ആ പേഷ്യൻറ്റിന് മാക്സിമം പോസിബിൾ വിഷൻ കൊടുത്തു. കാരണം ഒപ്റ്റീഷ്യൻ ഏത് ലെൻസ് കൊടുത്താലും നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ വിൽ റിമെയിൻ സെയിം, നോ ഡൗട്ട് ഓൺ ദാറ്റ്. ഇതാണ് ആസ്പെക്റ്റ് എന്നുണ്ടെങ്കിൽ ശരിക്ക് കുറച്ചുകൂടെ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്നത് ഒപ്റ്റീഷ്യൻ അല്ലേ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. മാക്സിമം പോസിബിൾ കറക്ഷൻ കൊടുക്കുന്ന ആളാണോ, മാക്സിമം പോസിബിൾ വിഷൻ കൊടുക്കുന്ന ആളാണോ കുറച്ചുകൂടി ഹയർ ലെവലിൽ നമുക്ക് പറയാനുള്ളത്? ഓഫ് കോഴ്സ് മാക്സിമം പോസിബിൾ വിഷൻ കൊടുക്കുന്ന ആളാണ്. വാട്ട് എവർ ദ ലെൻസസ് ഹി ഗീവ്സ് യുവർ പ്രിസ്ക്രിപ്ഷൻ റിമെയിൻ സെയിം, നോ ഡൗട്ട് ഓൺ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഒപ്റ്റോമെട്രിഷ്യനും എങ്ങനെ മാക്സിമം പോസിബിൾ വിഷൻ കൊടുക്കുന്ന ആളാവാൻ പറ്റും? അത് ഈ റോള് ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എന്താ പറയുക ഓതറൈസ്ഡ് ആവും, കുറച്ചുകൂടി ഒതൻറ്റിക് ആവും. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും പേഷ്യൻസിൻ്റെ ഇടയിൽ. അങ്ങനെ കുറച്ചുകൂടി മാക്സിമം പോസിബിൾ വിഷൻ കൊടുക്കണമെങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ലെൻസിൻ്റെ എൻഹാൻസ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് പഠിക്കണം. അതാണ് ഇന്നത്തെ സെഷൻ. അതിൽ ഒരു വലിയ സെഷൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റ്സ് മാത്രം പറയണം. ഈ സ്ലൈഡ്സ് ഐ എം ജസ്റ്റ് സ്കിപ്പിംഗ്. ഇപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ലെറ്റ് മീ സ്റ്റാർട്ട് ദ സെഷൻ. ഇതാണ് സെഷൻ. ലെൻസ് എൻഹാൻസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിൻ്റെ ബേസിക് മെറ്റീരിയൽ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതില്ലാതെ ലെൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻസിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൻ്റെ ബിസിനസ് ആസ്പെക്ട്സ് വേറെ, അതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് എല്ലാം വേറെ. അതിനേക്കാൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈലുണ്ട്. എന്താണ് ഈ മൊബൈലിൻ്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്? ഫോൺ അറ്റൻഡ് ചെയ്യുക, ഫോൺ കട്ട് ചെയ്യുക എന്നുള്ളതല്ലേ. പക്ഷേ ഇന്ന് നമ്മൾ മൊബൈൽ എന്തിനൊക്കെ നമ്മൾ ചെയ്യുന്നത്? ഫോട്ടോ എടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ നമ്മളെ മെയിൽസ്, എവറിത്തിങ് ഈസ് ഡൂയിങ് ഫോണിലല്ലേ ചെയ്യുന്നത്. വേണമെങ്കിൽ ഫോൺ വിളിക്കുകയും ചെയ്യാം അല്ലേ.
ആ ഒരു അവസ്ഥയിലെത്തി. അതായത് പ്രൈമറി ധർമ്മം എന്ന് പറയുന്ന സാധനം ഒരു തേർഷ്യറിയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോഴത്തെ ടെക്നോളജിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റ് ഇതേ സെയിം തിങ് നമുക്ക് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ കൊടുത്താൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, ഞാനത് പറയാം. ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്, ഹൈഡ്രോഫോബിക് കോട്ടിംഗ്, ആൻറ്റി സ്റ്റാറ്റിക് ട്രീറ്റ്മെൻറ്റ്, ബ്ലൂ കട്ട് ട്രീറ്റ്മെൻറ്റ്, ആൻറ്റി ഫോഗ്, ഫോട്ടോക്രോമിക്സ് ആൻഡ് പോളറൈസ്ഡ്. 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ലെൻസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്ന ആ കാലഘട്ടത്തിൽ ഇതേ സ്ലൈഡിൽ വെറും 4 ഹെഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സത്യസന്ധമായിട്ട് പറയണം, ആദ്യത്തെ 2 ഹെഡിങ്ങും അവസാനത്തെ 2 ഹെഡിങ്ങും മാത്രം. പിന്നീട് കാലങ്ങൾ ഇങ്ങനെ കൈയല്ലേ, ഓരോരോ ടെക്നോളജീസ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്യും. അപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ ആഡ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഇതിൻ്റെ 2 എണ്ണത്തിനിടയിൽ ഇങ്ങനെ ഓരോന്നിടയിൽ ഇങ്ങനെ ചീരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് ഇത്രയും വലുതായത് ഈ സ്ലൈഡ്. നമുക്കിത് ഓരോന്നും വേഗം പറഞ്ഞു പോകാം. ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് ആണ്. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പപ്പടം പൊരിക്കാറില്ലേ, പപ്പടം പൊരിക്കുന്നത് സംതിങ് ലൈക്ക് ദാറ്റ്. ഇതുപോലെ ലെൻസിന് നമ്മളൊരു സൊല്യൂഷനിൽ മുക്കിയെടുക്കുക ചെയ്യുക. ഈ സൊല്യൂഷനിൽ മുക്കിയെടുക്കുമ്പോൾ ലെൻസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒരു ഷോക്ക് അബ്സോർബർ ടൈപ്പ് ലെയർ വരും. ഈ ലെയർ ലെൻസിനെ സ്ക്രാച്ചസ് വരുന്നതിൽ നിന്ന് ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ ഉപയോഗിച്ച വാക്ക് ഷോക്ക് അബ്സോർബർ എന്നാണ്. എന്താണ് ഈ ഷോക്ക് അബ്സോർബർ പ്രത്യേകത? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, മേ ബി കാർ, ബൈക്ക്, എന്തെങ്കിലും ആവട്ടെ, നമ്മളൊരു വെട്ടിലേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അതിൻ്റെ ഷോക്ക് നമുക്ക് വരാതെ ഒരു പരിധി വരെ അബ്സോർബ് ചെയ്യും, റൈറ്റ്? അല്ലാതെ എൻ്റെ വണ്ടിക്ക് ഷോക്ക് അബ്സോർബർ ഉള്ളതുകൊണ്ട് എൻ്റെ വണ്ടി ഒരിക്കലും ഒരു വെട്ടിലും വീഴാതെ സ്മൂത്തായിട്ട് റൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ഇഡിയോട്ടിക്, നോ? അതേപോലെ തന്നെ നമ്മൾ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് ഉണ്ട് എന്നതുകൊണ്ട് നമ്മുടെ ലെൻസിന് ഒരിക്കലും സ്ക്രാച്ച് വരില്ല എന്ന് പറയുന്നതും അതുപോലെ ഇഡിയോട്ടിക്കാണ്. അപ്പോൾ ലെൻസിൽ സ്ക്രാച്ച് ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ലെൻസും നിങ്ങൾ ഡിസ്പെൻസ് ചെയ്യരുത്. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് എന്ന് പറയാം, നത്തിങ് കോൾഡ് സ്ക്രാച്ച് പ്രൂഫ്. അപ്പോൾ ഈ കോട്ടിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ഓൺ പോളികാർബണേറ്റ് ആൻഡ് ഹൈ ഇൻഡെക്സ് ലെൻസസ്. കാരണം പോളികാർബണേറ്റ് ലെൻസുകളും ഹൈ ഇൻഡെക്സ് ലെൻസുകളും വളരെ സോഫ്റ്റ്വെയർ മെറ്റീരിയൽ ആയതുകൊണ്ട് സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ലെൻസുകൾക്ക് നിങ്ങൾ കൊടുക്കണം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ടൈറ്റസ് കോട്ട് എന്നുള്ളത്, എസ്എൽഒ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ഉദാഹരണം കൊടുത്തുള്ളത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഹാഫ് നമ്മൾ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് കൊടുത്തു, ഹാഫ് നമ്മൾ കൊടുത്തില്ല. എന്നിട്ട് നമ്മൾ റബ്ബ് ചെയ്തപ്പോൾ ഒരു വൂളൻ ക്ലോത്തിൽ 1000 ടൈംസ് റബ്ബ് ചെയ്തപ്പോൾ ഉണ്ടായ റിസൾട്ട് ആയിട്ട് കാണിക്കുന്നതാണ്. മേ ബി എക്സാഗ്രേറ്റഡ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, കോട്ടിംഗ് ഉള്ളത് തന്നെയാണ് കോട്ടിംഗ് ഇല്ലാത്തതിനേക്കാൾ നല്ലത്. എങ്കിലും നിങ്ങൾ ഷോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡെലിവറി ഇൻസ്ട്രക്ഷൻസ് പേഷ്യൻസിന് കൃത്യമായിട്ട് കൊടുക്കണം. എന്തൊക്കെയാണ് ഡെലിവറി ഇൻസ്ട്രക്ഷൻസ്? ഒരു കാരണവശാലും കണ്ണട ഇങ്ങനെ വെക്കരുത്, തിരിച്ചെന്നെ വെക്കണം. ഒരിക്കലും ഇത് പോക്കറ്റിലിടരുത്. എന്താ പോക്കറ്റിലിട്ടുള്ള പ്രശ്നം? പോക്കറ്റിൽ പേന ഉണ്ടാവും, പെൻസിൽ ഉണ്ടാവും, കോയിൻസ് ഉണ്ടാവും, വീട്ടിലെ താക്കോലുകളുണ്ടാവും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഷർട്ട് ഉണ്ടാവുമല്ലോ, അതിൽ റബ്ബ് ചെയ്തിട്ട് അത് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും കണ്ണട ക്ലീൻ ചെയ്യുമ്പോൾ സാരി തുമ്പോണ്ടോ, ഷാളിൻ്റെ തുമ്പോണ്ടോ, ഷർട്ടിൻ്റെ തുമ്പോണ്ടോ ക്ലീൻ ചെയ്യരുത്. പകരം കമ്പനികൾ ഒരു ക്ലോത്ത് തരും, ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്, അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഇൻ എനി കേസ് അതിൽ ഡസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വെച്ചതിന് ശേഷം, ആ ഡസ്റ്റ് കളഞ്ഞതിന് ശേഷം വേണം ക്ലീൻ ചെയ്യാൻ. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്താൽ പേഷ്യൻസ് പലപ്പോഴും അയ്യോ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്നെ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം ഞാൻ വളരെ റെഫ്യൂസ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയുമായിരിക്കും. പറഞ്ഞോട്ടെ. പക്ഷേ ഈ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞൊരു പേഷ്യൻ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വരുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പേഷ്യൻറ്റ് പറയും, ഇത് എന്ത് ലോക്കൽ ലെൻസാണ് നിങ്ങൾ തന്നത്, 2 ദിവസം കൊണ്ട് സ്ക്രാച്ച് ആയാലോ, ഞാൻ ഒന്നുമില്ലെങ്കിൽ ഇത്രയും വില ചെയ്തതല്ലേ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും. നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പരാതി പറയില്ല. അവർ പറയും, മോനെ നീ പറഞ്ഞതല്ല, ഞാൻ കേട്ടതാണ്, പക്ഷേ എനിക്ക് അറിയാലോ ബുദ്ധിമുട്ട്, അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല, സ്ക്രാച്ച് ആയിപ്പോൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. അവർ സ്റ്റൈൽ മാറി. മറ്റത് കമാൻഡിങ് പവർ ആണെങ്കിൽ ഇത് റിക്വസ്റ്റിൻ്റെ സ്റ്റൈലായി. എന്തുകൊണ്ട് റിക്വസ്റ്റിൻ്റെ സ്റ്റൈൽ വരാൻ കാരണം? ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഡെലിവറി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു എന്നുള്ളതാണ്. ഇത് പേഷ്യൻ്റ് ഇതാക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഈ സാധനം ഇല്ലെങ്കിൽ എനിക്ക് കാണില്ല എന്നാണ് അർത്ഥം എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കണ്ണട നല്ല വിളിക്കേണ്ടത്, ഇതിനെ നമ്മൾ കണ്ണ് നല്ല വിളിക്കുക. നമ്മൾ റെഫ്യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണോടിയിട്ട് പാറപ്പുറത്ത് കൊണ്ടേ വരുത്തോ? ഒരിക്കലും ചെയ്യില്ലല്ലോ. അപ്പോൾ അതേപോലെ ആ ഒരു സൂക്ഷ്മത നമ്മൾ കണ്ണടൻ്റെ കാര്യത്തിലും കാണിക്കണം ഓർക്കുക. അടുത്ത ഹെഡിങ് ആണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്. പല ആളും എന്താ പറയുക, ഒരു ആൻറ്റി ഗ്ലെയർ എന്ന് എല്ലാവരും പണ്ട് സ്ഥിരം പറഞ്ഞിരുന്നത്, ഇപ്പം പറയുന്നില്ല, ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ ആയല്ലോ. അങ്ങനെ ഒരു കോട്ടിങ്, എന്നാലും ഒരു ആൻറ്റി ഗ്ലെയർ എന്ന് പറയാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു കോട്ടിങ്ങിനാണ് നമ്മൾ ഈ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറയാം. പലപ്പോഴും പണ്ടൊക്കെ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് സെല് ചെയ്തിരുന്നത് ഫ്രെയിം എടുത്തു, ലെൻസ് എടുത്തതിന് ശേഷം സെയിൽസ്മാൻ ചോദിക്കും, സാർ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണോ? എന്താണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്? സാർ ഈ ലെൻസിന് മുകളിൽ കണ്ടില്ല ഒരു പച്ച കളർ കോട്ടിംഗ്. എന്താ അതിൻ്റെ പർപ്പസ്? സാർ രാത്രി വണ്ടി ഓടിക്കാറില്ലേ? ഉണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റ് ഒന്നും നോക്കണ്ട മോനെ, ഭയങ്കര പ്രശ്നം, ഇതങ്ങോട്ട് കൊടുത്താൽ പിന്നെ നിവിൻ പോളി പറഞ്ഞ മാതിരി ചുറ്റുള്ള ഒന്നും കാണൂല എന്ന് പറഞ്ഞ മാതിരി, പിന്നെ ഹെഡ്ലൈറ്റ് ഒന്നും വരില്ല എന്നാ പറയാം, വെറും പടായാണ്, ഹെഡ്ലൈറ്റ് വരും, എന്തായാലും തട്ടിനെ ചെയ്യും. ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് തന്നെ ആദ്യം വലിയ പ്രതീക്ഷയിൽ വാങ്ങും. പിന്നെ പേഷ്യൻസ് പറയും, നിങ്ങൾ പറഞ്ഞ കാര്യമൊന്നുമല്ല കേട്ടോ, ഇതിപ്പോഴും ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇത് കേട്ട് സെയിൽസ്മാൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു. അവൻ ആദ്യം 90% എന്ന് പറഞ്ഞു, പിന്നെ 80 പിന്നെ 70 പിന്നെ 50 പിന്നെ എന്തെങ്കിലുമൊക്കെ ആയി എന്നുള്ളൊരു അവസ്ഥയിലെത്തി. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? യഥാർത്ഥത്തിൽ ഈ നൈറ്റ് ഡ്രൈവിങ്ങിന് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലെയർ കട്ട് ചെയ്യുന്നുണ്ടോ? ശരിക്കും നമ്മൾ ആൻറ്റി റിഫ്ലക്ഷൻ കൊടുക്കുന്നത് അതിന് തന്നെയാണോ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻക്രീസസ് ലൈറ്റ് ട്രാൻസ്മിഷൻ ഫ്രം 92% to 99.something%, റിസൾട്ടിങ് ബെറ്റർ ക്ലാരിറ്റി ഓഫ് വിഷൻ.
ഇതിനാണ് നമ്മൾ ആൻറ്റി റിഫ്ലക്ഷൻ ഫസ്റ്റ് കൊടുക്കുന്നത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എനിക്കൊരു പവറും ഇല്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? പ്രകാശം ഒരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് 100% ലൈറ്റ് റേസും എൻ്റെ കോർണയെ കഴിഞ്ഞ് റെറ്റിനയും കഴിഞ്ഞ് ആ ബ്രെയിനിൽ എൻ്റെ എത്തുമ്പോഴാണല്ലോ കാണുന്നത്. നോ ഡൗട്ട് ഓൺ ദാറ്റ്. എനിക്ക് കണ്ണട വന്നു, പവർ വന്നു, മേ ബി സിംഗ്ലൂഷൻ, ബൈഫോക്കൽ ഓർ പ്രോഗ്രസീവ്, വാട്ട് എവർ. ഇപ്പോൾ ഞാൻ എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? ഒരു പ്രകാശം അഗൈൻ ഒരു ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് എൻ്റെ കണ്ണിൽ പാസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കണ്ണടയിലൂടെ പാസ് ചെയ്തിട്ടാണ് പോണത്. നോ ഡൗട്ട് ഓൺ ദാറ്റ്. ഇങ്ങനെ കണ്ണടയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ കണ്ണട 100% പ്രകാശരശ്മികളെയും കടത്തി വിടുന്നില്ല. പിന്നെ 8 മുതൽ 15% പ്രകാശരശ്മികളെ റിഫ്ലക്ട് ബാക്ക് തിരിച്ചയക്കുന്നു. അത് ലെൻസിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കണ്ണട ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച യഥാർത്ഥ കാഴ്ചയല്ല. പിന്നെ അവർക്ക് കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള കാഴ്ച കിട്ടാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് അത്രേ. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തിരിച്ചു പോകുന്ന പ്രകാശരശ്മിനോട് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കണ്ണിൻ്റെ അകത്തേക്ക് കയറ്റി വിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ തിരിച്ചു പോകുന്ന പ്രകാശം മീൻസ് റിഫ്ലക്ഷൻസ് ആണ്. ആ റിഫ്ലക്ഷൻസിനെതിരെ ആയിട്ടുള്ള ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ട്രാൻസ്മിഷൻ കിട്ടുകയും നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. അല്ലാതെ നൈറ്റ് ഡ്രൈവിംഗ് ഒന്നല്ല. ഫസ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരമാവധി നാച്ചുറൽ വിഷൻ കൊടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഓർക്ക് ദൈവം തന്ന കാഴ്ച അതുപോലെ റീഗെയിൻ ചെയ്യാനൊന്നും ഹ്യൂമൻസിനെ കൊണ്ട് പറ്റില്ല. ബട്ട് സ്റ്റിൽ വി വിൽ സ്ട്രൈവ് ഫോർ ദാറ്റ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഗ്രീസസ് റിഫ്ലക്ഷൻ ഓൺ ലെൻസ് സർഫസ് ആൻഡ് ഓഫ് കോഴ്സ് കോസ്മെറ്റിക്കലി ഗുഡ്. കാരണം എന്താണ്? പണ്ടൊക്കെ സ്കൂളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ കണ്ണട ഉപയോഗിച്ചിരുന്ന ആളുകൾ, നമ്മളൊക്കെ ചെറുപ്രായത്തിൽ കണ്ണട ഉപയോഗിച്ചിരുന്ന കുട്ടികൾ ഒരു ബുദ്ധിജീവികളായിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടും. അവനോട് ആരും സംസാരിക്കാനും പോലും അവനായിട്ട് ആർക്കും മൈൻഡും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അതിനൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അന്ന് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൻറ്റി റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ കണ്ണടയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ വലത്തേ സൈഡിൽ ഇപ്പുറത്തെ ജനവാതിലിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും, ഇടത്തെ കണ്ണിൽ ഇപ്പുറത്തെ ജനവാതിലിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ പറ്റുമോ? അതായത് നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. സംഗതി നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കണം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് കണ്ണിലേക്ക് നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഒന്ന് ട്രൈ നോക്കിയാൽ മതി. നിങ്ങൾ പരസ്പരം തൊട്ടടുത്തുള്ള ആളുടെ നെറ്റിയിലോട്ടോ കവിളിലോട്ടോ ചുണ്ടിലോട്ടോ മൂക്കിലോട്ടോ നോക്കി സംസാരിക്കാൻ ശ്രമിച്ചൊക്കെ കഴിയില്ല. യു കാണ്ട് 100% നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കും. നമ്മളെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ കണ്ണിലാണ്. അപ്പം നമ്മൾ പറയുന്നത് വേറെ ആൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്ക് നിങ്ങളെ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഉറങ്ങാൻ തന്നെ ഞാൻ പ്രസൻറ്റേഷൻ നിർത്തുകയും ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ കണ്ണിനെ ബ്ലോക്ക് ചെയ്യും ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് ഇല്ലാത്തൊരു കണ്ണട. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും. ഒന്നും വേണ്ട, നിങ്ങൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ കണ്ണ് താഴ്ത്തില്ലെങ്കിൽ അങ്ങോട്ട് നോക്കി ചെയ്താൽ നിങ്ങളുടെ കോൺഫിഡൻസ് പോയില്ലേ. അപ്പോൾ നമ്മൾ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് ഇല്ലാത്ത കണ്ണട ഉപയോഗിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ കണ്ണ് കാണാൻ പറ്റില്ല. സോ യു ഹാവ് ടു ഗിവ് എൻ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് ബിക്കോസ് ദാറ്റ് റിഡ്യൂസസ് റിഫ്ലക്ഷൻ ഓഫ് ദ ലെൻസ് സർഫസ് ആൻഡ് ഓഫ് കോഴ്സ് കോസ്മെറ്റിക്കലി ഗുഡ്. റിംഗ് എഫക്ട്സ് റെഡ്യൂസ്. എന്താണ് ഈ റിംഗ് എഫക്ട്സ്? ഹൈ പവറൊക്കെ വരുന്ന സമയത്ത് ലെൻസിൻ്റെ പുറത്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് മൂലം റിംഗ് മാതിരി ഫീൽ ചെയ്യും. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് റിംഗ് ഉണ്ടാകുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് റീസൺ. ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് കൊടുക്കുമ്പോൾ ഒരു പരിധി വരെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ക്യാൻസൽ ആവുകയും അഗൈൻ നോട്ട് 100% ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ബെറ്റർ. ആ റിംഗ് എഫക്ട്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തത് എന്താണ്? എലിമിനേറ്റ് ഹോസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ ബൾബിന് ചുറ്റും ഇങ്ങനെ ഹാലോസ് കാണാം, ഒരു ട്യൂബിൻ്റെ അപ്പുറത്ത് വേറെ ട്യൂബുള്ള മാതിരിയൊക്കെ തോന്നുക. ഇതൊക്കെ ഈ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് ഉപയോഗിക്കാത്ത കണ്ണ് പേഷ്യൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിന് നമുക്ക് വിത്ത് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് കൊടുക്കാനത് വെക്കാൻ പറ്റും. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, ഡിഗ്രീസസ് റിഫ്ലക്ഷൻ ഇൻ ദ നൈറ്റ് ഡ്രൈവിംഗ്. പോയിന്റ് ഉണ്ട്, കളഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ബാക്കിയും കൂടി പറയണം. എന്താണത്? വെൻ കമ്പയർ ടു ലെൻസ് വിത്തൗട്ട് കോട്ടിങ്. ഇത്രയേ ഉള്ളൂ. അതായത് നൈറ്റ് ഡ്രൈവിങ്ങിന് ഇത് നല്ലത് തന്നെയാണ്. ഡിഗ്രീസ് റിഫ്ലക്ഷൻ ഇൻ ദ നൈറ്റ് ഡ്രൈവിംഗ്, നോ ഡൗട്ട് ഓൺ ദാറ്റ്. പക്ഷേ കോട്ടിങ് ഇല്ലാത്ത കണ്ണടനെ അപേക്ഷിച്ച് കോട്ടിങ്ങുള്ള കണ്ണട നല്ലതാണ്. അല്ലാതെ എതിരെ വരുന്ന വണ്ടിൻ്റെ ഇടയിലേക്ക് ഡിമ്മാക്കാനുള്ള മാജിക് വസ്തു ഒന്നും അല്ല ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് റിഫ്ലക്ഷൻ നൈറ്റ് ഡ്രൈവിൽ വരുന്നത്? ഓക്കെ, ഒരാൾക്കൊരു പവറും ഇല്ല, അപ്പോൾ പ്രകാശരശ്മികളെല്ലാം കറക്റ്റായിട്ട് വരുന്നു. അദ്ദേഹം കണ്ണട ഉപയോഗിച്ച സമയത്ത് ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻസ് ഒക്കെ ഒന്ന് ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടി കൊടുത്തു. അപ്പോൾ അത് റെഡ്യൂസറായി. എന്നാൽ പിന്നെ കണ്ണട ഇല്ലാത്തല്ല അല്ലേ? തീർച്ചയായിട്ടും അതെ, കണ്ണട ഇല്ലാത്ത തന്നെ നല്ലത്. പക്ഷേ ഒരാൾക്കൊരു പവർ ഉണ്ടെങ്കിൽ ദെൻ നോ അതർ ഓപ്ഷൻ, നോ. അത് തീർച്ചയായിട്ടും നമ്മൾ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് കൊടുത്തേ പറ്റൂ. അതാണ് ഇതിൻ്റെ ലോജിക്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് കോൺട്രാസ്റ്റ് വെൻ കമ്പയർഡ് ടു അൺകോട്ട് ലെൻസ്. സ്വാഭാവികം ഒരു കമ്പാരിസൺ കാണിക്കാം. ഇത് വിത്തൗട്ട് കോട്ടിങ്, ഇത് വിത്ത് കോട്ടിങ്. കസ്റ്റമർക്കുള്ള ആ ഒരു വിഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് കോട്ടിങ് ആണ് ഇങ്ങനെയാണെങ്കിൽ വിത്ത് കോട്ടിങ് ഇങ്ങനെയായിരിക്കും. പിന്നെ നമ്മൾ കാണുമ്പോൾ ഈ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് ഇതിൽ ആ ലേഡിയുടെ പിന്നെ കണ്ണ് കാണുന്നില്ല, വ്യക്തമായി കാണുന്നില്ല. അവിടെ പക്ഷേ നമുക്ക് കണ്ണ് സ്പെസിഫിക് ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കാണാൻ പറ്റും. ആൻഡ് ഓഫ് നൈറ്റ് ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ബാക്ക് ലൈറ്റാണ് ഞാൻ വെച്ചത്. എന്നെ ഹെഡ് ലൈറ്റ് വെച്ചില്ല, എനിക്ക് പേടി ഹെഡ് ലൈറ്റ് വെക്കാൻ. ബാക്ക് ലൈറ്റ് ഞാൻ വെച്ചത്. അതിൽ ഈ ഹാലോസും റിഫ്ലക്ഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ വിത്ത് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് എന്താ പറയുക, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിഷൻ എന്നേ ഉള്ളൂ. ആ ഒരു സ്കാറ്റേർനെസ് ഒക്കെ കുറയ്ക്കും. പിന്നെ ഇപ്പോൾ കുറച്ച് കോട്ടിങ്സ് വന്നിട്ടുണ്ട് നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്, എല്ലാ കമ്പനികളും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ അതും ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഗ്രീൻ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോഴും ഇത് പറഞ്ഞ് കമ്മിറ്റ് ചെയ്തേക്കരുത്, എതിരെ വരുന്ന വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് ഡിമ്മാക്കുമെന്ന് കമ്മിറ്റ് ചെയ്തേക്കരുത്. അപ്പോൾ പിന്നെ എതിരെ വരുന്ന വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് ഡിമ്മാക്കാൻ ആ വണ്ടിയുടെ ഡ്രൈവർ തീരുമാനിക്കണം, അല്ല എന്ത്, വേറൊരു ഓപ്ഷനും ഇല്ല. അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളിപ്പോൾ ഡോക്ടറെ കണ്ണിലോട്ട് ഞാൻ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് എൻ്റെ ടോർച്ച് അടിക്കുന്ന ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ എൻ്റെ കൈ തട്ടി മാറ്റാം, കണ്ണിലേക്കാണോ ടോർച്ച് അടിക്കണമെന്ന് വെച്ചിട്ട്. അടുത്ത ഓപ്ഷൻ ഡോക്ടർക്ക് കണ്ണടയ്ക്കാം.
വണ്ടി ഓടിക്കുമ്പോൾ കണ്ണടച്ച് അവന് തുറക്കേണ്ടി വരില്ല. റെസ്റ്റ് ഇൻ പീസ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങിനായിട്ട് നോർമൽ കേസ് നെഗറ്റീവ് സൈഡുകളൊന്നും ഇല്ലെങ്കിലും പലപ്പോഴായിട്ട് ചില കസ്റ്റമേഴ്സ് ചില കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അത് കംപ്ലയിൻ്റ് അല്ല, കസ്റ്റമർ ഫീഡ്ബാക്ക് ഐ വുഡ് ലൈക്ക് ടു സേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പറയും നിങ്ങളെ കോട്ടിംഗ് എല്ലാം കൊള്ളാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് പെട്ടെന്ന് സ്ക്രാച്ച് വരുന്നുണ്ടല്ലോ, അതുപോലെ ചെളിയും പെട്ടെന്ന് പിടിക്കുന്നു എന്ന് ചില കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അതിൻ്റെ റീസൺ അതിൻ്റെ ട്രാൻസ്പെറൻസി ലെവലിലെ ഇൻക്രീസാണ്. അതായത് ചെളി പിടിക്കുന്നതും സ്ക്രാച്ച് പിടിക്കുന്നതും പണ്ടും ഇന്നും ഒരുപോലെയാണ്. പണ്ട് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി കുറവായതുകൊണ്ട് തന്നെ നമ്മളത് അറിയില്ല. ഇന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയുള്ള ലെൻസ് ആകുമ്പോൾ എന്ത് ചെറിയ പൊടിയാണെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടും ഓട്ടോമാറ്റിക്കലി. അത് മാത്രമാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. കസ്റ്റമർ കൺവിൻസ്ഡ് ആയി. അതിന് സൊല്യൂഷൻ ഇല്ലെന്ന് നോക്കി. അതിൻ്റെ സൊല്യൂഷൻ പൂർണ്ണമായി പറയാൻ പറ്റില്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതാണ് ഹൈഡ്രോഫോബിക് കോട്ടിംഗ് ആൻഡ് ആൻറ്റിസ്റ്റാറ്റിക് കോട്ടിംഗ്. ഞാൻ അതിലോട്ട് വരാം. പക്ഷേ ചില കസ്റ്റമർ പറയും നിങ്ങൾ കോട്ടിംഗ് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് കോട്ടിംഗ് ഇല്ലാത്ത ലെൻസ് മതി, കാരണം നിങ്ങൾ പറഞ്ഞ ഗുണങ്ങളൊന്നും അതിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോട്ടിംഗ് ഇല്ലാതെ കണ്ണട വെച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ കോട്ടിംഗ് ഇല്ലാത്ത കണ്ണട വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ പിന്നെ വെച്ചിട്ട് പറയും വലിയ ഗുണങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും മറ്റേത് തന്നെയായിരുന്നു നല്ലതെന്ന് പറയും. ഇതിൻ്റെ റീസൺ നമ്മളെ കണ്ണിന് എപ്പോഴും കമ്പാരിസൺ ടെൻഡൻസി മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് സെലക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ആണ്. ദീസ് ലൈൻസ് ആർ ഹൊറിസോണ്ടൽ. എനിക്കറിയാം നിങ്ങൾ അംഗീകരിക്കില്ല എന്ന്. ഓൾ ദീസ് ലൈൻസ് ആർ ഹൊറിസോണ്ടൽ. നമ്മളെ പറ്റിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ നടുക്ക് ബ്ലാക്ക് ഡോട്ട്സ് ഇല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ഈ ജംഗ്ഷനിലൊന്നും ബ്ലാക്ക് ഡോട്ട്സ് ഇല്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല അല്ലേ. ഈ ചിത്രത്തിലോട്ട് നോക്കിയിട്ട് നിങ്ങൾ തല ഒന്ന് മുന്നോട്ടും ബാക്കോട്ടും ഒന്ന് ആക്കി നോക്കിയേ. ഈ റിങ്സ് കറങ്ങുന്ന മാതിരി ഫീൽ ചെയ്യും. ഫോവിയലി ഇത് ഈ ഡോട്ടായിരിക്കണം. ഇനി തല അനക്കാൻ ബുദ്ധിമുട്ടുള്ള തലക്കനുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇതിന് റിങ് കറങ്ങുന്ന മാതിരി തോന്നും. ഇത് ഞാൻ അധികം വെക്കുന്നില്ല, കാരണം ഇത് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ചെയ്യും. എന്തിനാണ് ഞാൻ ഈ സ്ലൈഡ്സ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും നമ്മൾ കണ്ടാലേ വിശ്വസിക്കൂ, ചിലത് കണ്ടാലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ. ചിലപ്പോഴൊക്കെ നമ്മൾ ഇത്രയും ഹെൽപ്ലെസ്സാണ്. ചില സമയത്ത് കാണാൻ ചില പേഷ്യൻസ് ഒന്നും കൊണ്ട് എനിക്ക് കാണുന്നില്ല എന്ന് പറയും. നമ്മൾ ലെൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ എല്ലാം കറക്റ്റായിരിക്കും, പക്ഷേ പേഷ്യൻറ്റിന് കാണുന്നില്ല. മേ ബി ട്രൂ, ഐ ഡോണ്ട് നോ, ബട്ട് ദർ ആർ സംതിങ് ലൈക്ക് ദിസ്. അടുത്തത് ഹൈഡ്രോഫോബിക് കോട്ടിംഗ്. പേരിൽ തന്നെയുണ്ട് അതെന്താണെന്നുള്ളത്. ഹൈഡ്രോ മീൻസ് വാട്ടർ, ഫോബിയ മീൻസ് പേടി. അപ്പോൾ ഹൈഡ്രോഫോബിയ മീൻസ് നമ്മൾ ഈ ചേമ്പിൻ്റെ ഇലയിലും താമരൻ്റെ ഇലയിലൊക്കെ ലോട്ടസിൻ്റെ ലീഫിലൊക്കെ വെള്ളം വീണാൽ സ്കിപ്പ് ചെയ്ത് പോകില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടാകും. ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഒരൊറ്റ സ്ലൈഡ് കാണിക്കാം. ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. അതാണ് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കാണുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് സാധാരണ കോട്ടിംഗ് ആണ്, ഇങ്ങനെ ഉണ്ടാകും. ഹൈഡ്രോഫോബിക് കോട്ടിംഗ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അങ്ങനെ കിടക്കും, പെട്ടെന്ന് ഇതാവും. അത് ഈസി ടു ക്ലീൻ ആയിരിക്കും. ഫോഗിങ് കുറച്ചൊക്കെ റെഡ്യൂസ് ആയിരിക്കും. ഒരു നിക്കോ എന്നുള്ള കമ്പനിയുടെ ഈസി ജസ്റ്റ് ഒരു ഉദാഹരണം. പല ബ്രാൻഡ്സ് ഉണ്ട്, ബ്രാൻഡ്സിനെ കുറിച്ച് വല്ലാതെ ഇപ്പം പറയുന്നില്ല. സോ ദീസ് ആർ ദ തിങ്സ്. ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും, ഈസി ടു ക്ലീൻ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, ഓർക്കുക, സ്ക്രാച്ച് റെസിസ്റ്റന്റ് കോട്ടിംഗ് ചെയ്തിട്ടാണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ചെയ്യുന്നത്. ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ചെയ്തിട്ടാണ് ഹൈഡ്രോഫോബിക് കോട്ടിംഗ് ചെയ്യുന്നത്. സോ വെൻ യു ആർ സെല്ലിംഗ് എ ഹൈഡ്രോഫോബിക് കോട്ടിംഗ് യു ആർ സെല്ലിംഗ് 3 പ്രോഡക്ട്സ്. മറന്നു വരുന്നത്. ഫൈൻ. അടുത്തത് ആൻറ്റിസ്റ്റാറ്റിക് ട്രീറ്റ്മെൻറ്റ്. ആൻറ്റിസ്റ്റാറ്റിക് ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ പേപ്പർ ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ റിനോൾഡ് പേനൊക്കെ തലയിൽ വെച്ച് വരുന്നതിന് ശേഷം വെക്കുമ്പോൾ അങ്ങനെ പേപ്പർ ചാടി പിടിക്കുന്ന നൊസ്റ്റാൾജിക് ഓർക്കുന്നില്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി. ഇതുപോലെ നമ്മളെ കണ്ണടിയും പ്ലാസ്റ്റിക് ആണല്ലോ, നമ്മളിത് ക്ലീൻ ചെയ്യും, അപ്പോൾ ഒന്ന് റബ്ബ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇതിനൊരു ചാർജ് പിടിക്കും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് പോസിറ്റീവ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തെന്ന് വെച്ചാൽ അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ആൻറ്റിസ്റ്റാറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇത് വരില്ല. നിക്കോൺ ആണെന്നുണ്ടെങ്കിൽ സീക്കോട്ട് നെക്സ്റ്റ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സമ്മറി. ആൻറ്റിസ്റ്റാറ്റിക് പ്രോപ്പർട്ടി അവോയ്ഡിങ് ഫോർമേഷൻ ഓഫ് നെഗറ്റീവ് ചാർജസ്, ഹെൻസ് നോ പോസിറ്റീവ് ചാർജ് ജസ്റ്റ് ആർ അട്രാക്റ്റഡ്. അത്രയേ ഉള്ളൂ. ഇങ്ങനൊരു സംഗതിയും കൂടി ഇതിലുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പ്രീമിയം കോട്ടിങ്സിനെല്ലാം ഇതും കൂടി ആഡ് ഓൺസ് ആയിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആൻഡ് ബ്ലൂ കട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ബ്ലൂ കട്ട് ചെയ്യുന്ന ലെൻസാണ്, കണ്ണ് ഡേഞ്ചറാണ്. ബ്ലൂ കട്ട് ചെയ്യുന്നു, ശരിക്കും ബ്ലൂ കട്ട് ചെയ്യുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതൊരു ബ്രാൻഡ് നെയിമാണ്, നിക്കോൺ പ്യൂർ ബ്ലൂ ആണ്. ജസ്റ്റ് ഒന്ന് പറയാം, ഇത് ശരിക്കും ചെയ്യുന്നത് ഹൈ എമിഷൻ വിസിബിൾ ആയിട്ടുള്ള ഹൈ എമിഷൻ പാർട്ടിനെ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറയുന്ന ഈ സംഗതിയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൽ വിസിബിൾ ആയിട്ട് ഇവിടെയാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ല മൊബൈലിൻ്റെ റേഡിയേഷനൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു കാര്യമില്ല, മൊബൈൽ റേഡിയേഷൻ ഡേഞ്ചർ ഒന്നുമല്ല. നിങ്ങൾ ധൈര്യമായിട്ട് മൊബൈൽ വെച്ചോളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗം പ്രശ്നമാണ്, കോസ്മിക് റേസ് പ്രശ്നമാണ്. കാരണം എത്രത്തോളം തരംഗദൈർഘ്യം കുറയുന്നു, ഫ്രീക്വൻസി കൂടുന്നു, അത് ഡേഞ്ചറാണ്. എക്സ്റേ നമ്മുടെ ശരീരത്തിലൂടെ പെനിട്രേറ്റ് ചെയ്യും. അൾട്രാവയലറ്റ് ഡേഞ്ചർ നമുക്ക് നന്നായിട്ട് അറിയാം. ഇൻഫ്രാറെഡ്, എന്താ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിൻ്റെ ഒക്കെ റിമോട്ട് നമുക്ക് ആരെങ്കിലും ഡേഞ്ചറാന്ന് പറയുമല്ലോ, നോ പ്രോബ്ലം. ഇൻഫ്രാറെഡും കഴിഞ്ഞ് മൈക്രോവേവും കഴിഞ്ഞ് റഡാറും കഴിഞ്ഞ് റേഡിയോയും കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ ബ്രോഡ്കാസ്റ്റിൻ്റെ ഒക്കെ ഇത് വരുന്നത്. ഇതൊരു വിഷയമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ വിസിബിൾ സ്പെക്ട്രത്തിനൊന്ന് വലിച്ചെടുക്കാം. വിസിബിൾ ആയിട്ട് ഇവിടെയാണ് വരുന്നത്, അത് ഇവിടുന്ന് എടുക്കാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇങ്ങനെ പറ്റി. വയലറ്റിനേക്കാൾ കുറച്ചുകൂടി തരംഗദൈർഘ്യം കുറവാണെങ്കിൽ അൾട്രാ വയലറ്റ്, റെഡിനേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണെങ്കിൽ വേവ്ലെങ്ത് ഇൻഫ്രാറെഡ്. ദാറ്റ്സ് ഓൾ. അത്രയ്ക്ക് സിമ്പിളാണ്. നമുക്കറിയാം അൾട്രാ വയലറ്റ് ഡേഞ്ചർ ആണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അൾട്രാ വയലറ്റിൻ്റെ തൊട്ട് അയൽവാസിയായിട്ടുള്ള ഈ വയലറ്റ്, ഇൻഡിഗോ ഈ ഒരു ഭാഗം ഡേഞ്ചർ ആവാൻ ചാൻസ് ഇല്ലേ? കുറച്ചുകൂടി സിമ്പിളാക്കാം. ഒരു ഗ്ലാസ്സിൽ സൈനൈഡ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കുടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ?
കുടിക്കൂല. ആ സൈനൈഡ് മൊത്തം കളഞ്ഞതിന് ശേഷം ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുമോ? കുടിക്കൂല. കാരണം അതിൽ ലേശം എന്തെങ്കിലും ബാക്കി ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ആ ഗ്ലാസ് പൊട്ടിച്ചിട്ടായാലും വല്ല വെള്ളം കുടിക്കണം, ഞാൻ വെള്ളം വേറെ ഗ്ലാസ്സിൽ കുടിച്ചോളാം എന്നല്ലോ പറയാം. ഇതേപോലെ അൾട്രാ വയലറ്റ് ഡേഞ്ചറാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല. തൊട്ട് അയൽവാസിയായിട്ടുള്ള വയലറ്റിന് ഈ പ്രശ്നം ഉണ്ടാവാമല്ലോ. അപ്പോൾ ഈ ഹൈ വിസിബിൾ പവർ വിശിഷ്യ ഒരു 455 നാനോമീറ്റർ വരെയൊക്കെ ഉള്ള, ശരിക്കും പറഞ്ഞാൽ ഇത് ബ്ലൂ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 455 നാനോമീറ്റർ വരെയൊക്കെയുള്ള ബ്ലൂവിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം 2 ബ്ലൂ ഉണ്ട്, യൂസ്ഫുൾ ബ്ലൂ ഉണ്ട്, ഡേഞ്ചറും ഉണ്ട്. യൂസ്ഫുൾ ബ്ലൂ നമ്മുടെ ശരീരം കണ്ണിലോട്ട് കയറണം, കാരണം അതാണ് നമ്മളെ ബയോളജിക്കൽ ക്ലോക്കൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ ഉറങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ യൂസ്ഫുൾ ബ്ലൂ ആണ്. അപ്പോൾ ഈ ഭാഗം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. പിന്നെ വരുന്നത് ആൻറ്റി ഫോഗ് ആണ്. ആൻറ്റി ഫോഗ് എന്ന് പറയുന്നത് പിക്ചറിൽ കാണിക്കുക ഇത്രയേ ഉള്ളൂ. നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ മഞ്ഞുകാലത്ത്, അല്ലെങ്കിൽ AC നിന്ന് പുറത്തിറങ്ങുമ്പോൾ, പിന്നെ ATM നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ഫോഗിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഉപയോഗിക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. ഇതിൽ നിലവിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത് എസ്ലോർ എന്നുള്ള കമ്പനിയുടെ ഒപ്റ്റിഫോഗ് എന്നൊരു കോട്ടിംഗ് ആണ്. കോട്ടിംഗ് വിത്ത് ഒരു ക്ലോത്ത്, അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ 24 hours നേരത്തേക്ക് പിന്നെ ഫോഗൊന്നും പിടിക്കില്ല. അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്നുള്ളത് നനയാൻ പാടില്ല. പിന്നെ എഗെയിൻ ഈ ഫോഗിങ് ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ, ക്ലൈമറ്റ് ടു ക്ലൈമറ്റ്, പ്ലേസ് ടു പ്ലേസ്, ഫ്രെയിം ടു ഫ്രെയിം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആധികാരികത പറയാൻ പറ്റില്ല, നമുക്കൊരു അഷുറൻസ് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ അനുസരിച്ചൊക്കെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ബട്ട് ദർ ഈസ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. പിന്നെ ഫോട്ടോക്രോമിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഡേ നൈറ്റ് ലെൻസ്. പുറത്ത് ഇപ്പോൾ ഇതൊരു ഫോട്ടോക്രോമിക് ലെൻസാണ്. ഇത് പുറത്തെത്തി കഴിഞ്ഞാൽ സൺഗ്ലാസ് വരെ എൻ്റെ കണ്ടിട്ടുണ്ടാവുക. ഇപ്പോൾ ഇതൊരു വൈറ്റ് ലെൻസ് മാതിരിയാണ്. ഇത് അഗൈൻ 100% UV പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ട്രാൻസിഷൻ എന്നുള്ളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. പണ്ടത്തെ കാലത്ത് വെറും ഈ 2 സ്ലൈഡുള്ളൂ, ഫോട്ടോ ഗ്രേ ആൻഡ് ഫോട്ടോ ബ്രൗൺ, ഇത്രയേ പറയാറുള്ളൂ. 90% ആൾക്കാരും ഈ കളറാണ് ഉപയോഗിക്കാറ്. ഒരു ഗോൾഡൻ ഫ്രെയിമൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫോട്ടോ ബ്രൗൺ ഉപയോഗിക്കും. ഇപ്പോൾ കാലം മാറി, ഒരുപാട് കളേഴ്സായി. ഇതിൽ തന്നെ എത്ര കളേഴ്സ് ഉണ്ട്? 8 കളേഴ്സ് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് കളർ റൂബി എന്ന് പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് കളർ വന്നിട്ടുണ്ട്. അതിൻ്റെ ജനറേഷൻ മാറി. പിന്നെ എക്സ്ട്രാക്റ്റീവ് എന്ന് പറയും, കുറച്ചുകൂടെ ഭയങ്കര എന്താ പറയുക, ഈ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കണ്ണ് കാണാൻ കഴിയില്ല, ഇതിൽ പിന്നെയും കണ്ണ് കാണാൻ പറ്റും. അപ്പോൾ കണ്ണൊട്ടും കാണാത്ത ഭയങ്കര ഡാർക്ക്നെസ് ഉള്ള ടൈപ്പ് ലെൻസസും അവൈലബിൾ ആണ്. അഗൈൻ ഇത് കാറിൻ്റെ അകത്തും ഒരു പരിധി വരെ ഡാർക്കാവും. സാധാരണ ഫോട്ടോഗ്രാമിക്സ് കാറിൻ്റെ അകത്ത് ഡാർക്ക് ആവില്ല. ഫോർ യുവർ ഇൻഫർമേഷൻ. എന്താ റീസൺ? ഇത് ഡാർക്ക് ആവണമെങ്കിൽ UVൻ്റെ പ്രസൻസ് വേണം. കാറിൻ്റെ വിൻഷീൽഡ് ഓൾറെഡി UV പ്രൊട്ടക്റ്റഡാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ ഡേ നൈറ്റ് ലെൻസ് കൊടുത്തിട്ട് കസ്റ്റമർ തിരിച്ചു വന്നിട്ട് പറയും ഇത് കാറിനകത്ത് ഡാർക്കാവുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷേ കസ്റ്റമർക്ക് പരാതി വരാൻ നിങ്ങളെ ഷോപ്പിനടുത്ത് കാറ് നിർത്തി ഡോർ തുറന്ന് ഷോപ്പിലേക്ക് വരുമ്പോഴത്തേന് കണ്ണട ഡാർക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഡാർക്കാവുന്നില്ലെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കസ്റ്റമറുടെ കോൺഫിഡൻസ് പോകും. കാരണം ഇൻഫർമേഷനാണ് ഏറ്റവും വലുത് എല്ലാത്തിനും ഉപരി. ഫൈൻ. ആൻഡ് ദ ലാസ്റ്റ് ഹെഡിങ് പോളറൈസർ ലെൻസ്. ഇതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ആൻറ്റി ഗ്ലെയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ ആൻറ്റി ഗ്ലെയർ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഡേ ടൈമിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, രാവിലെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ കാറിൻ്റെ ബോണറ്റിലോ അല്ലെങ്കിൽ എതിരെ വരുന്ന കാറിൻ്റെ, അല്ലെങ്കിൽ വേണ്ട ഈ റോഡ് നടുക്ക് വെള്ളമൊക്കെ ഉണ്ടാവും. ഈ വെള്ളത്തിലൊക്കെ ഈ ലൈറ്റ് റൈസ് തട്ടിയിട്ട് യാതൊരുവിധ പോളറൈസേഷൻ ഇല്ലാതെ കണ്ണിലൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് ഗ്ലെയർ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ബ്ലൈൻഡിങ് ഗ്ലെയർ. ഇത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഇവിടെ പോളറൈസർ ലെൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഫിലിമാണ്. അപ്പുറത്തും ഇപ്പുറത്തൊരു ലെൻസ് ഉണ്ടാവും, സെൻട്രൽ ഒരു ഫിലിം ഉണ്ടാവും. ഓക്കെ, ഈ ഫിലിം ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈറ്റ് റൈസിനെ ബ്ലോക്ക് ചെയ്യും, വെർട്ടിക്കലിനെ മാത്രം കടത്തി വിടും. ഒരു ഉദാഹരണം പറയാം. ഇതാണ് ഫിലിം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് ജയിലിൻ്റെ അഴികളാണെന്ന് വിചാരിക്കുക, ജയിലിൻ്റെ അഴികൾ. ഇത് ലാത്തിയാണെന്ന് വിചാരിക്കുക. എനിക്കെന്ത് ചെയ്യുക? വെർട്ടിക്കലായിട്ട് കടത്തിവിടാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഹൊറിസോണ്ടലായിട്ട് കടത്താൻ ഞാൻ ശ്രമിച്ച ബ്ലോക്കായി പോയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ പോളറൈസർ ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോളറൈസർ ലെൻസ് പോളറൈസർ ആണെന്ന് എങ്ങനെ തീരുമാനിക്കുക? വേറൊരു പോളറൈസർ ലെൻസ് എടുക്കുക, എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് വെക്കുക. അപ്പോൾ ഫുൾ ഡാർക്ക് ആയിരിക്കും, ഒന്നും കാണില്ല. ഒരു പോളറൈസർ ലെൻസ് ഇങ്ങനെ തിരിച്ചു നോക്കണ്ടോ, ഒരു ഭാഗത്തെത്തുമ്പോൾ ഫുൾ കാണും, മറ്റേക്കും ഡാർക്കാവും. മാജിക് അല്ല അത്. കാരണം രണ്ട് സംഗതി ഹൊറിസോണ്ടലും വെർട്ടിക്കലും ബ്ലോക്കായി, പിന്നെ എന്ത് കയറാൻ? ഓട്ടോമാറ്റിക്കലി ഡാർക്കാവും. ആ സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലായിട്ടുള്ള ബ്ലൈൻഡിങ് ലെയേഴ്സിന് അത് അത് കട്ട് ചെയ്യും. ഭയങ്കര കംഫർട്ടാണ്. ഒരേ ഒരു പ്രാവശ്യം ഈ ലെൻസ് നിങ്ങൾ ഒരു കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, അദ്ദേഹം ഡ്രൈവറും കൂടി ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊടുത്താൽ മതി. പിന്നെ അദ്ദേഹം ചോദിച്ചു ഒന്ന് വാങ്ങും. പൊട്ടിപ്പോയാൽ എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും അതുമാത്രം കംഫർട്ട് ഇതിനുണ്ട്. നല്ല കളർ വിഷനും ഉണ്ടാകും, നല്ല കോൺട്രാസ്റ്റാണ്, നല്ല കംഫർട്ടുമാണ്. ഇറ്റ്സ് നല്ല ഐ സ്ട്രെയിൻ കുറയ്ക്കുകയും ചെയ്യും. ഒരു ഉദാഹരണം കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബെറ്റർ ചെയ്ത് ഡ്രൈവിങ്ങിലൊക്കെ പോകുമ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബസ്സിലൊക്കെ പോകുന്നതിനാണെങ്കിൽ ഡ്രൈവർ അപ്പുറത്തിരിക്കുമ്പോഴും ഇങ്ങനത്തെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പോളറൈസ് ലെൻസാണ്. ഇറ്റ്സ് ഓഫ് കോഴ്സ് ഡാർക്ക് ഇൻ കളർ. ഇറ്റ്സ് എ സെക്കൻഡ് പെയർ. നൈറ്റ് ഡ്രൈവിന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, നൈറ്റിൽ അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതിൻ്റെ കംഫർട്ട് തന്നെ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ആയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, പിന്നെ അഗെയിൻ ഇപ്പം വരുന്ന LED സ്ക്രീൻസൊക്കെ പോളറൈസ്ഡ് ആയതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഡിവൈസസ് ഒന്നും നോക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ പൈലറ്റുമാർക്കൊന്നും നമുക്കത് സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ കുറച്ച് ബാക്ക് ഹാൻഡ്സ് ഉണ്ടെങ്കിലും കൂടി, ഡ്രോബാക്സ് ഉണ്ടെങ്കിലും കൂടി, ഇറ്റ്സ് എ വെരി ഗുഡ് ലെൻസ്. Darkening color, best second pair option for drivers. It's a very nice lens. So that's all. Thank you very much. Thank you, sir. We appreciate the time, knowledge and wisdom you have shared with us today. Now the session is open for discussion. Thank you, Mr.
മാം. It was a wonderful presentation, hilarious, interactive, and we got so many practical tips also. And I feel we'll have to learn more from you people. Usually we doctors teach optometrists, but now we feel that we have to learn a lot from you. And thank you for arranging this wonderful meeting, Dr. Amida Eye Care team. And it was very useful for all of us. And now it's open for discussion. Say the basic point is what he said is that one extra point from the optometrist to the patient, rather than just telling kannadikade poi vaangichu, but telling the candy clear coating on the kochukuttiyana, the scratch resistant vaangikanam, that enhances for the patient also, and monetary, other than the monetary aspect, എക്സാക്ട്ലി. it really enhances. യെസ് സർ. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഓപ്റ്റീഷ്യൻ when he says, they may not take it. എക്സാക്ട്ലി. So that is what we tell our optometrists. One extra word from you is more important, യെസ് സർ. because every time they don't come to the doctor, go through the doctor. ആക്ച്വലി പൊതുവെ ഒപ്റ്റിക്കൽ ബിസിനസ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ മോണിറ്ററി ബെനിഫിറ്റ്സ്. ആക്ച്വലി മോണിറ്ററി ബെനിഫിറ്റ് അല്ല, വി ആർ ഗിവിംഗ് ദ റൈറ്റ് സൊല്യൂഷൻ ഫോർ ദി പേഷ്യൻസ്. മോണിറ്ററി ബെനിഫിറ്റ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. മീൻസ് ബിസിനസ് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. നിങ്ങൾ പേഷ്യൻറ്റിന് കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കുക, ബിസിനസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അത്രയേ ഉള്ളൂ. നമ്മളെ സ്ലീപ്പിംഗ് സൈക്കിളിന് വരെ ബാധിക്കും. നിങ്ങൾക്ക് സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ പണ്ടൊക്കെ നമ്മളൊരു സന്ധ്യ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉറങ്ങും. സന്ധ്യ കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും. എന്താ റീസൺ? ബ്രെയിൻ ഇൻറ്റിമേഷൻ പോയി, സൺലൈറ്റ് കഴിഞ്ഞു എന്നുള്ളത് ഇൻറ്റിമേഷൻ പോകും. പക്ഷേ പിന്നീട് ലൈറ്റ്സിൻ്റെ ഒക്കെ ഇൻവെൻഷൻ വന്നതിന് ശേഷം സന്ധ്യ കഴിഞ്ഞാലും സൂര്യൻ അസ്തമിച്ചാലും ഈ ലൈറ്റ് ഉള്ളപ്പം ബ്രെയിനിന് ഇൻറ്റിമേഷൻ പോകും, ഉറങ്ങാനായിട്ടില്ല. കാരണം എന്താണ്? ഇപ്പോൾ എനിക്ക് സൂര്യനെ കാണാം. സൂര്യൻ മീൻസ് ബ്ലൂ ലൈറ്റിൻ്റെ പ്രസൻസ്. ഐ ക്യാൻ സ്റ്റിൽ സെൻസ് ദ പ്രസൻസ് ഓഫ് ബ്ലൂ ലൈറ്റ്സ്. പിന്നീട് അച്ഛൻ വന്ന് ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഒരു പരിധി വരെ ആളുകൾ ഉറങ്ങും. പക്ഷേ ലൈറ്റ് ഓഫ് ആക്കിയാലും ചിലപ്പോൾ പതുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെയും പ്രകാശങ്ങൾ ഇങ്ങനെ വരും. മീൻസ് മൊബൈലിൻ്റെ പ്രകാശങ്ങൾ. അപ്പോൾ ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 12 മണിക്കെങ്കിലും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 11 മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മൊബൈലും കാര്യങ്ങളും എല്ലാം മാറ്റി വെക്കണം, ഡിവൈസസ് എല്ലാം. അപ്പം ബ്രെയിൻ ഇൻറ്റിമേഷൻ പോകും, ഇനി ഉറങ്ങിക്കോ എന്നുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ബ്ലൂ ലൈറ്റും നമ്മൾ ഫിസിക്കൽ ബയോളജിക്കൽ ക്ലോക്കും നമ്മൾ റിലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് നീഡഡ്, ബട്ട് ഡേഞ്ചറസ് ബ്ലൂ ഹാസ് ടു ബി ബ്ലോക്ക്ഡ്. So that's it. താങ്ക് യു. വൈകിയ വേളയിലാണെങ്കിലും ക്ഷമിച്ചു കേട്ടിരുന്നതിനും താങ്ക് യു വെരി മച്ച്.